പ്രതിഭകളുടെ അതിപ്രസരം കാരണം ഫ്രാൻസിൻ്റെ ഒരു ഫുട്ബോൾ ടീമിനെ തെരഞ്ഞെടുത്ത് വേൾഡ് കപ്പിന് അയക്കുക എന്ന് പറയുന്നത് വലിയൊരു തലവേദനയാണ്. നിങ്ങൾ ഫ്രാൻസിൻ്റെ ആ ഒരു ബെഞ്ചിൽ നിരന്നിരിക്കുന്ന ആ ഒരു കളിക്കാരെയൊക്കെ നോക്കിയേ, കഷ്ടം തോന്നും. ബ്രാഡ്ലി ബാർക്കോള, റയാൻ ചെർക്കി, ലൂക്കസ് ഡൈൻ, ലൂക്കസ് ഹെർണാണ്ടസ്, അതേപോലെ തന്നെ സൈറെ എംറി, ഹുവാൻ ഫിലിപ്പ് മട്ടേറ്റ, പിന്നാരാ അഗ്ലിയോച്ച്. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ എൻഗോളോ കാണ്ടെ, മാലോ ഗുസ്തോ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് സങ്കടം തോന്നും. പല വലിയ ടീമുകൾക്ക് സ്റ്റാർട്ടിങ് 11 ഇറങ്ങേണ്ട അത്രയും ക്വാളിറ്റിയുള്ള കളിക്കാരാണ് നിരന്ന് പിടിച്ച് അവിടെ ബെഞ്ചിലിരിക്കുന്നത്. ആ ഒരു ഫ്രാൻസ് ടീം നിങ്ങൾ ഓർക്കണം, അത്രയ്ക്കും കോമ്പറ്റീഷൻ, അത്രയ്ക്കും ക്വാളിറ്റി പ്ലെയേഴ്സിൻ്റെ അതിപ്രസരം. ആ ടീം ഫസ്റ്റ് ഹാഫിൽ കളിച്ച ഫുട്ബോൾ ഒരു ഷോട്ട് അറ്റംപ്റ്റാണ് മുഴുവൻ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ 45 മിനിറ്റിൽ ഫ്രാൻസിൻ്റെ ടീം എടുത്തത്. ഓപ്പോസിഷൻ്റെ ബോക്സിനുള്ളിൽ, സെനഗലിൻ്റെ ബോക്സിനുള്ളിൽ ആകെപ്പാടെ 3 ടച്ചസ്. മുഴുവനായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഹാഫിൽ അവരുടെ XG എന്ന് പറയുന്നത് 0.02. ദയനീയം. എങ്ങനെ കളിച്ചാലും അവരുടെ 3ാം നിര ടീം കളിച്ചാൽ പോലും ഇതിൽ നന്നായിട്ട് കളിക്കും എന്ന് നമുക്കെല്ലാവർക്കും തോന്നും. പക്ഷേ ഈ ഒരു ഫ്രാൻസിൻ്റെ ടീമായാലും ബ്രസീലിൻ്റെ ടീമൊക്കെ ആണെങ്കിലും വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഫസ്റ്റ് മത്സരത്തിൽ അവർ ബുദ്ധിമുട്ടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒത്തിണക്ക കുറവാണ്. ആ ഒരു ഒത്തിണക്കം, പ്ലെയേഴ്സ് തമ്മിലുള്ള ആ ഒരു ഒത്തിണക്കം, കെമിസ്ട്രി, അതൊക്കെ വരണമെങ്കിൽ ഇവർ പ്ലെയേഴ്സ് തമ്മിൽ മാക്സിമം ഒരുമിച്ച് പിച്ചിൽ മാക്സിമം സമയം ചെലവഴിക്കണം, ഒരുമിച്ച് കളിക്കണം. നല്ല ഓപ്പണൻസിനെതിരെ മത്സരങ്ങൾ കളിച്ചാൽ മാത്രമേ ആ ഒരു ഒത്തിണക്കം ഗ്രാജുവലി വരത്തുള്ളൂ. ആ ഒരു ഒത്തിണക്കം നമ്മൾ ഫ്രാൻസിൻ്റെ ടീമിനെ സംബന്ധിച്ച് സെക്കൻഡ് ഹാഫിൽ കണ്ടു. സ്റ്റാറ്റ്സൊക്കെ നേരെ തിരിഞ്ഞു. സെക്കൻഡ് ഹാഫിൽ മാത്രമായിട്ട് അവർ 3 ഗോൾ അടിച്ചു. ടീം തമ്മിലുള്ള ശരിക്കും നമ്മൾ ആ ഒരു ഡിഡിയർ ദെസ്ചാമിൻ്റെ ആ ഒരു ഫ്രണ്ട് 4 അറ്റാക്കിംഗ് പ്ലെയേഴ്സിന് പുള്ളി ആവശ്യത്തിലധികം ഫ്രീഡം കൊടുക്കാറുണ്ട്. ആ ഒരു പൊസിഷണൽ റൊട്ടേഷന് വേണ്ടി എംബാപ്പയ്ക്ക് സെൻട്രലി മാത്രമല്ല, വേണമെങ്കിൽ റൈറ്റ് ഹാഫ് സ്പേസ് വഴി വേണമെങ്കിലും റൺസ് നടത്താം. അതേപോലെ തന്നെ ഒലീസയ്ക്ക് റൈറ്റ് ഹാഫ് സ്പേസ് മാത്രമല്ല, നമ്പർ 10 ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിൽ വന്ന് മത്സരത്തെ മാറ്റിമറിക്കാവുന്ന തരം മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്യാനും, ഡെംബലേക്ക് റൈറ്റ് ഹാഫ് സ്പേസിനെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സെൻട്രലി റൺസ് നടത്താനോ ഒക്കെയുള്ള ആ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷണൽ റൊട്ടേഷൻ ശരിക്കും വർക്കായത് സെക്കൻഡ് ഹാഫിലാണ്. അപ്പോൾ ഈ പൊസിഷണൽ റൊട്ടേഷൻ വർക്കായപ്പോഴത്തേനും ഇത് ശരിക്കും സെനഗലിൻ്റെ ഡിഫെൻസീവ് ഷേപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലെയേഴ്സിനുള്ളിൽ എങ്ങനെ ഇവരെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അതുകൊണ്ട് തന്നെ സെനഗലിൻ്റെ ഡിഫെൻസീവ് ഷേപ്പിൽ വിള്ളലുകൾ വന്നു. പ്രത്യേകിച്ച് സെൻട്രലി നേരെ പിച്ചിൻ്റെ നടുഭാഗത്തൂടാണ് ഫ്രാൻസ് അറ്റാക്ക് അഴിച്ചു വിട്ടത്. ഒലീസയുടെ മൂവ്മെൻറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരുടെ മിഡ്ഫീൽഡിനെ ഫസ്റ്റ് ഹാഫിൽ ഫ്രാൻസിനെ ഡോമിനേറ്റ് ചെയ്ത് അവരുടെ മിഡ്ഫീൽഡ് ശരിക്കും ലമീൻ കമാര, അതുപോലെ തന്നെ ഇഡിരിസെ ഗാനാഗെ, അതേപോലെ തന്നെ പാപ്പെ ഗെ, ഇവരുടെ ആ ഒരു മിഡ്ഫീൽഡ് ശരിക്കും ഫ്രാൻസിനെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഈ ഒരു പ്ലെയർ റൊട്ടേഷൻ, ഒത്തിണക്കം, അവരുടെ ആ ഒരു മൂവ്മെൻറ്റ്സ്, ഇത് പ്രത്യേകിച്ച് ഒലീസയുടെ മൂവ്മെൻറ്റ്സ് ഇവരുടെ ഡിഫെൻസീവ് ഷേപ്പിനെ തകർത്ത് തരിപ്പണമാക്കി. എവിടെയും ഇഷ്ടം പോലെ ഏക്കേഴ്സ് ഓഫ് സ്പേസസ് അവരുടെ മിഡ്ഫീൽഡിൽ സെൻട്രലി അവൈലബിൾ ആയിരുന്നു. അതുവഴി ഒലീസയ്ക്കായാലും അതേപോലെ തന്നെ റാബിയോ ബോൾ ക്യാരി ചെയ്ത് നമ്മുടെ ബ്രാഡ്ലി ബാർക്കോളയ്ക്ക് ആ ഒരു അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ സമയത്തും ആരുമില്ല പുള്ളിയെ പ്രസ് ചെയ്യാനോ ബോൾ വിൻ ചെയ്യാനോ യാതൊരു പ്രഷറും ഇല്ലാതെ സ്പേസസിലൂടെ അനായാസം മൂവ്മെൻറ്റ്സ് നടത്താൻ ഫ്രാൻസിൻ്റെ പ്ലെയേഴ്സിന് സാധിച്ചു. അപ്പം അതിനുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞ ഈ ഒരു ഒത്തിണക്കവും ഇവരുടെ മൂവ്മെൻറ്റ്സും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒലീസെ മാൻ ഓഫ് ദ മാച്ച് ആകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ 2 ഗോൾ അടിച്ച എംബാപ്പയ്ക്ക് കൊടുക്കത്തുള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഫിഫ അധികൃതർ ഇടപെട്ട് ഡിസർവിംഗ്ലി മൈക്കിൾ ഒലീസയ്ക്ക് ആ ഒരു മാൻ ഓഫ് ദ മാച്ച് കൊടുത്തു. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തത് മൈക്കിൾ ഒലീസയാണ്, 4 ചാൻസ്. ആ സമയം തന്നെ നമ്മൾ എംബാപ്പയുടെ കാര്യം എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. എംബാപ്പെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഷോട്ട് അറ്റംപ്റ്റ്സ് നടത്തി, 4 ഷോട്ട് അറ്റംപ്റ്റ്സ്. അതേപോലെ തന്നെ ബോക്സിനുള്ളിൽ, സെനഗലിൻ്റെ ബോക്സിനുള്ളിൽ 7 ടച്ചസ്. അങ്ങനെ ശരിക്കും മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന രീതിയിൽ തരത്തിലുള്ള വണ്ടർ ഗോള് എംബാപ്പ
എംബാപ്പയുടെ രണ്ടാമത്തെ ഗോളെന്ന് പറയുന്നത് ശരിക്കും ബാങ്ങറാണ്. ആ ഒരു 2 ഗോൾ അടിച്ചതിലൂടെ എംബാപ്പെ വേൾഡ് കപ്പിൽ 14 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. 2018, 2022, 2026 അങ്ങനെ 3 വേൾഡ് കപ്പിലുമായിട്ട് 14 ഗോള് എംബാപ്പെ സ്കോർ ചെയ്തു. എംബാപ്പയ്ക്ക് മുന്നിൽ ഇനിയും ബ്രസീലിയൻ റൊണാൾഡോ നസാരിയോ 15 ഗോളുമായിട്ട് റൊണാൾഡോ നസാരിയോ. അതേപോലെ തന്നെ തൊട്ട് മുന്നിൽ അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസെ 16 ഗോളുമായിട്ട്. അതെനിക്ക് തോന്നുന്ന പുഷ്പം പോലെ 1-2 മത്സരത്തിനുള്ളിൽ എംബാപ്പെ ആ റെക്കോർഡും എംബാപ്പയുടെ പേരിലേക്ക് എഴുതി ചേർക്കാൻ വേണ്ടി പോകുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് എംബാപ്പെ ഇന്നത്തെ മത്സരത്തിൽ ഓൾമോസ്റ്റ് ഒരു പെനാൽറ്റി ജയിച്ചതുമാണ്. ആ ഒരു പെനാൽറ്റി എങ്ങനെ കൊടുത്തില്ല, അല്ലെങ്കിൽ ആ ഒരു പെനാൽറ്റി കൊടുക്കാൻ എന്തുകൊണ്ട് മനസ്സ് വന്നില്ല എന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. നമ്മൾ നിരന്തരം ഫുട്ബോൾ മത്സരങ്ങൾ, ക്ലബ് ഫുട്ബോൾ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ഫുട്ബോൾ, ഇൻ്റർനാഷണൽ മാച്ചസ് ഇതൊക്കെ കാണുന്ന നമുക്ക് ഇങ്ങനത്തെ ചാൻസസ് പല സമയത്തും ഇങ്ങനത്തെ ഫൗൾസ് ഒക്കെ പെനാൽറ്റിയിൽ ചെന്ന് അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലും നിസ്സാരമായ ഫൗളുകൾ പെനാൽറ്റി കൊടുത്ത് വിടുന്നത് കാണാറുണ്ട്. അപ്പം റഫറി എക്സ്പ്ലനേഷനായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോണ്ടാക്റ്റ് എംബാപ്പയും അതേപോലെ തന്നെ സാഡിയോ മാനയും തമ്മിലുള്ള കോണ്ടാക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തത് എംബാപ്പെ ആണ്, സാഡിയോ മാനെ അല്ല എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ല ആ ഒരു റൺസിൻ്റെ ഇടയ്ക്ക് എന്നാ പറയുക, ഒരു സെക്കൻഡിൻ്റെ സമയം പോലും ഇല്ലാത്ത ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് എംബാപ്പെ എങ്ങനെ ആ ഒരു മൂവ്മെൻറ്റ് അറിഞ്ഞുകൊണ്ട് നടത്തി കോണ്ടാക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യും എന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും ഏതായാലും മനുഷ്യനെ കൊണ്ട് നടക്കുന്ന പരിപാടിയാണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ശരിക്കും സാഡിയോ മാനെ അറ്റംപ്റ്റ് ചെയ്ത ആ ഒരു ടാക്കിൾ അറ്റംപ്റ്റ് ചെയ്ത ആ ഒരു കാലുണ്ടല്ലോ, ആ കാല് ഡയറക്റ്റ് എംബാപ്പയുമായിട്ട് കോണ്ടാക്റ്റ് നടത്തിയിരുന്നെങ്കിൽ സ്ട്രെയിറ്റ് അവേ പെനാൽറ്റി കൊടുത്തേനെ. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു ക്ലോസ് വെച്ചോണ്ടാണ് ഇപ്പം ആ ഒരു പെനാൽറ്റിയിൽ നിന്നും സെനഗലിനെ അമ്പയർ അല്ലെങ്കിൽ റഫറി രക്ഷിച്ചത്. അപ്പം വരും മത്സരങ്ങളിലും ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കാണണം എനിക്ക്. അല്ലാതെ അടുത്ത മത്സരത്തിൽ ഇങ്ങനത്തെ സംഭവം നേരെ പോയിട്ട് പെനാൽറ്റി കൊടുത്തു കഴിഞ്ഞാൽ VARനും അമ്പയറിന് റഫറിക്കുമൊക്കെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം, അവരുടെ ക്രെഡിബിലിറ്റി എവിടെ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം നമ്മളെപ്പോലുള്ള ഫുട്ബോൾ ആരാധകർക്കും ഉണ്ടാകും. 3-1 സെനഗൽ തോറ്റെങ്കിലും ആ ഒരു ഫസ്റ്റ് ഹാഫിലെ സെനഗലിൻ്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ക്ലിയർ ഇസ്മായിൽ അസാറിനും അതേപോലെ തന്നെ നിക്കോളാസ് ജാക്സനും 2 പേർക്കും ചാൻസ് കിട്ടിയതാണ്. ആ 2 ബിഗ് ചാൻസ് അവർ മിസ് ചെയ്തു. പ്രത്യേകിച്ച് ഇസ്മായിൽ അസാറിൻ്റെ ചാൻസ് എന്ന് പറയുന്നത് ശരിക്കും ടാപ്പിൻ ചാൻസ്. അതെങ്ങനെ മിസ് ചെയ്യാം? പ്രത്യേകിച്ച് ഫ്രാൻസിനെതിരെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തെ മിനിറ്റിലാണ് ആ ഒരു ചാൻസ് കിട്ടിയത്. ശരിക്കും ആ ഒരു ഗോൾ അടിച്ചിരുന്നെങ്കിൽ 1-0 ഫസ്റ്റ് ഹാഫിൽ ഫ്രാൻസിനെ ഞെട്ടിക്കാൻ സെനഗലിന് പറ്റിയേനെ. അപ്പം ഫ്രാൻസിന് ശരിക്കും തിരിച്ചു വരാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി സെനഗൽ തന്നെ അങ്ങോട്ട് അവസരം ഒരുക്കി കൊടുത്തു. മത്സരം ഓൾമോസ്റ്റ് അവസാനിക്കാറായപ്പോഴാണ് അവരുടെ ആ ഒരു 18 വയസ്സുള്ള ഇബ്രാഹിം എംബായ എന്ന് പറയുന്ന ആ ഒരു ചെക്കൻ ആ ഒരു വണ്ടർ ഗോൾ അടിച്ചത്. അടുത്ത മത്സരത്തിൽ എങ്കിലും സെനഗൽ ഇസ്മായിൽ അസാറിനെ പുറത്തിരുത്തുക, സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഇബ്രാഹിം എംബായെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈവൻ നിക്കോളാസ് ജാക്സണും അത്ര മഹാൻ അല്ലെങ്കിൽ അവൻ അത്ര നല്ല ബുള്ളയൊന്നുമല്ല. കാരണം അവൻ ഇഷ്ടം പോലെ ചാൻസ് പുള്ളി ആസ് എ സ്ട്രൈക്കർ ഞാൻ നിക്കോളാസ് ജാക്സൻ്റെ മത്സരം നമ്മൾ ചെൽസിയിലായാലും ഇപ്പം ബയണിലൊക്കെ ആണെങ്കിലും കാണുന്നതാണ്. പുള്ളി ആസ് എ സ്ട്രൈക്കർ ഹോൾഡ് അപ്പ് പ്ലേ, ലിങ്ക് അപ്പ് പ്ലേ, ഇൻ ബിഹൈൻഡ് റൺസ് ഇതൊക്കെ കറക്റ്റ് നടത്തും. പക്ഷേ പുള്ളിക്ക് വേണ്ട ആ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്ന പരിപാടി ലാസ്റ്റ് അവസാനം കൊണ്ട കല കുടയ്ക്കും. ആ ഒരു പരിപാടിയാണ് നിക്കോളാസ് ജാക്സൺ എന്നും കാണിക്കാറ്. പുള്ളി ഇന്നും അത് തന്നെ കാണിച്ചു. സെക്കൻഡ് ഹാഫിലും ആകെപ്പാടെ കിട്ടിയൊരു ചാൻസ് നിക്കോളാസ് ജാക്സൺ ആണ്. ആ ഒരു വ്യൂഫ് കൊടുത്ത ആ ഒരു ക്രോസിൽ നിക്കോളാസ് ജാക്സന് സ്കോർ ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ നിക്കോളാസ് ജാക്സൺ ഒരു വൻ പരാജയമാണ്. അടുത്ത മത്സരം കൂടെ പുള്ളിയെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഹാഫിൽ മോശമാണെങ്കിൽ മാറ്റുക. ഇലിമാൻ ഇന്ത്യയെ അതേപോലെ തന്നെ എംബായെ ഇവരെ 2 പേരെയും ആസ് എ ഫോർവേഡ് നിർത്തുക. അറ്റാക്കിംഗ് പ്ലെയറായിട്ട് ഇസ്മായിൽ അസാറിനും നിക്കോളാസ് ജാക്സനും പകരം കളിപ്പിക്കണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അതെനിക്ക് തോന്നുന്നത് സെനഗലിനെ കുറച്ചുകൂടെ അറ്റാക്കിംഗ് വൈസ് അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യും. ഗോൾ വേണ്ട സമയത്ത് അവർ ആവശ്യത്തിന് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഗോൾ സ്കോർ ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ് പ്രശ്നം, അല്ലെങ്കിൽ കിട്ടുന്ന ചാൻസിനെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനത്തെ ചെറിയ ചാൻസ് ആണെങ്കിലും ഫിനിഷ് ചെയ്യാൻ കെൽപ്പുള്ളവനാണ് എന്ന് 18 വയസ്സുള്ള എംബായെ തെളിയിച്ചു. കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇലിമാൻ എൻജോയ് ചെയ്യാൻ കൂടെ വരികയാണെങ്കിൽ
അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സെനഗലിന് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഫ്രാൻസ് ഇന്ന് തകർത്തു. മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇട്ടാണ്.